യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ഈ ഗിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റായത് ഞങ്ങളുടെ കിറ്റി പാട്ടിൽ വെച്ചിട്ടാണ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്നുള്ളത്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് കേട്ടോ, എൻ്റെ മനസ്സറിയുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരെനിക്ക് എന്താ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിൽ വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് പെൻസാണ്, ഡ്രോയിങ് പെൻസാണ് കേട്ടോ. അപ്പോൾ കുറേ നിബ്ബ് വരുന്ന ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പണ്ടേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇങ്ങനെ കാർട്ടിലൊക്കെ ഇട്ട് വെക്കും. നമുക്കങ്ങനെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ കാർട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയ ചില സാധനങ്ങൾ തന്നെയാണ് എൻ്റെ കാർട്ടിൽ നോക്കിയിട്ട് അവരെനിക്ക്, അതായത് ഞാൻ അറിയാതെ എൻ്റെ കാർട്ടിൽ നോക്കിയിട്ട് അവരെനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. പിന്നെ രണ്ടാമത്തെ ഈ ഒരു സാധനം എന്താണ് നമുക്ക് നോക്കാം. ഇത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു വാട്ടർ കളറിൻ്റെ ഒരു ബോക്സാണ്. ഇതൊരു അടിപൊളി സാധനം. ഈ രണ്ട് സാധനം സെയിം ബ്രാൻഡാണ്, പക്ഷേ ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ബ്രാൻഡ് ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു അടിപൊളി പാലറ്റാണിത്. അപ്പോൾ ഇതിൽ ലൈക്ക് ഈ ഒരു ബോക്സാണ്. ഇതിൽ നമ്മൾ കളറിങ് പാലറ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമുണ്ട്. ഇത് തുറന്നപ്പോഴുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു സുഗന്ധ, പണ്ടൊരു നിസ്ര ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, സെയിം ഫീലിങ്സ് ആയിരുന്നു എനിക്കുണ്ടായത്. ഇത് ഈ കളർ ഇങ്ങനെ കാണുമ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യില്ല, ഇങ്ങനെ തന്നെ വെക്കും ചിലപ്പോൾ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ പാലറ്റൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ബിഗ് ബോക്സ് അൺബോക്സ് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് അൺബോക്സ്. ഇത് ആമസോണിൻ്റെ പാക്കിംഗ് ആണ്, അടിപൊളി പാക്കിംഗ് ആണ്. ഇവരുടെ പാക്കിംഗ് തുറക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. എത്ര വലിച്ചാലും കുത്തിയാലും വരില്ല. അടുത്തത് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത് ഈ ഒരു മാർക്കറിൻ്റെ 24 പീസ് വരുന്ന ഈ ഒരു മാർക്കറിൻ്റെ സെറ്റാണ്. ഇങ്ങനത്തത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതിൽ എൻ്റെ ഇതിൽ എനിക്ക് 12 പീസേ ഉള്ളൂ. ഇതിൽ 24 പീസ് വരുന്നുണ്ട്. എനിക്കിതൊന്നും എത്ര കിട്ടിയാലും വേസ്റ്റ് ആവില്ല, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊരെണ്ണം. പിന്നെ വന്നിട്ടുള്ള ഈ ഒരു ബ്രഷ് പെന്നാണ്. ഇതും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളത് പേസ്റ്റൽ ഷെയ്ഡാണ്. ഞാൻ പിന്നെ മറ്റു ഷെയ്ഡ് വാങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ ഏണിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഞാൻ വാങ്ങൂ. അതിനുശേഷം വന്നിട്ടുള്ളത് ഈ ഒരു ബ്രഷിൻ്റെ സെറ്റാണ്. ഇത് ഈ കാണുന്ന ബ്രഷ് മുഴുവൻ ഇതിലുണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തുറന്ന് നോക്കുന്നില്ല. പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല പേഴ്സോ മറ്റോ ആയിരിക്കും എന്നാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ വേറെ ഇല്ല. നല്ല മണം, നല്ല പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പുതിയ ബാഗ് കിട്ടുമ്പോഴുള്ളൊരു മണമില്ല, അത് ഞാനിങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അതേ മണം, അതേ ഫീലിങ്സ് ആയിരുന്നു ആ പുതിയ ബാഗ് കിട്ടുമ്പോഴുള്ള ഫീലിങ്സ്. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ് എന്നുള്ളത്. ഇത് വരുന്നത് ഡ്രോയിങ് സെറ്റാണ്. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതിനുള്ള ഒരു സെറ്റാണ്. ഇതിലെല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സാധനം. ഞാൻ പണ്ടേ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനം തന്നെയായിരുന്നു ഇതും. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് സ്നേഹം, ഒരുപാട് താങ്ക്സ്. എൻ്റെ മനസ്സറിഞ്ഞ് തന്ന ഗിഫ്റ്റാണ്. വല്ല ഷോ പീസോ വല്ല കിച്ചൺ സെറ്റോ ഒക്കെ തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവില്ലായിരുന്നു. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോടുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എപ്പോഴും സ്നേഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.